ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ. ആദരണീയായ രക്ഷിതാക്കളെ, അറിവ് പകരുന്ന ഉസ്താദുമാരെ, സദസ്സരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അറിവിന്റെ മഹത്വം എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അറിവ് ഇസ്ലാമിന്റെ ജീവനാടിയാണെന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നു. അറിവ് ആത്മാവിന് കൊടുക്കുന്ന ഭക്ഷണങ്ങളിൽ പെട്ടതാണ്. ദുഷിച്ച ചിന്തകളിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്താനുള്ള ഉപാധിയാണ്. അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാവില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അന്ധകാര നിബിഡമായ 6-ാം നൂറ്റാണ്ടിൽ അധമജനതയെ കരകടത്തിയത് അള്ളാഹുവിന്റെ പ്രവാചകൻ പകർന്നു കൊടുത്ത അറിവിന്റെ വെളിച്ചമായിരുന്നു. കള്ളും പെണ്ണും പ്രതാവും അഭിമാനമായി കൊണ്ട് നടന്നിരുന്ന ജാഹിലികൾ, ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാതെ ദിശയറിയാതെ ഒഴുകി നടന്നവർ, പ്രവാചകനും വിശുദ്ധ ഖുർആനും അവർക്ക് വഴികാട്ടികളായി. അവരെ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ അറിയപ്പെടുന്ന സാംസ്കാരിക തനിമയുടെ ഉത്തുംഗതിയിലേക്ക് ഉയർത്തി. ആ കഥകളൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിരിക്കാം. അതുകൊണ്ട് ആ ഭാഗത്തേക്കല്ല ഞാൻ പോകുന്നത്. ഇന്ന് നമ്മളിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന മതവിദ്യാഭ്യാസത്തെ കുറിച്ച് അല്പം പറയാമെന്ന് തോന്നുന്നു. വിദ്യാഭ്യാസം നേടാനുള്ള ധാരാളം വഴികളും മേഖലകളും ഇന്നുണ്ട്. ഭൗതിക ലോകത്തെ ഗുണങ്ങൾ മാത്രം ലക്ഷ്യമാക്കിയുള്ളതാണ് അവയിൽ പലതും. എന്നാൽ നമ്മെ കാത്തിരിക്കുന്ന അന്ത്യദിനത്തെ കുറിച്ച് നമ്മൾ മറന്നു. അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ആരെങ്കിലും ഇസ്ലാമിന്റെ അറിവിന്റെ വഴിയിൽ പ്രവേശിച്ചാൽ അവൻ അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. ഒരാൾ മരിച്ചാൽ ബാക്കിയിരുന്ന 3 കാര്യങ്ങളേ ഉള്ളൂ. 1. ഉപകാരപ്രദമായ അറിവ്. മക്കൾക്ക് അവർക്ക് പകർന്നു കൊടുക്കാൻ മാതാപിതാക്കൾ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ അവരെ കാത്തിരിക്കുന്ന പ്രധാനമായ 2 കാര്യങ്ങളാണുള്ളത്. 1. പരലോകത്ത് വെച്ച് അവർ മാതാപിതാക്കൾക്കെതിരെ സാക്ഷി പറയും. മറ്റൊന്ന് ദുനിയാവിൽ തന്നെ സംഭവിക്കുന്ന തിരിച്ചടികളാണ്. ഇന്ന് നമ്മൾ അതിനു സാക്ഷികളല്ലേ പ്രിയപ്പെട്ടവരെ. കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമളായി നശിച്ചുകൊണ്ടിരിക്കുന്ന യുവത്വം, ലിവിങ് ടുഗദർ എന്ന പേരിൽ നടക്കുന്ന അഭാസങ്ങൾ കൂടിയത് മൂലം വോയിസുകൾ അധികരിച്ചു എന്ന് കോടതി പോലും ഈ അടുത്ത കാലത്ത് പറഞ്ഞു. കുടുംബ ബന്ധങ്ങൾക്ക് വിലയില്ലാത്ത ഇതുപോലൊരു കാലം നമ്മൾ ഇതിനു കണ്ടിട്ടുണ്ടോ? ബർത്തിങ് പീപ്പിൾ എന്ന വിശേഷത മാത്രം മതി എന്ന് പറയുന്ന പശ്ചാത്തല ചിന്ത, അത് വളരെ അപകടകരമാണ്. ഉപ്പ എന്തെന്നോ ഉമ്മ എന്തെന്നോ തിരിച്ചറിയാത്ത മക്കൾ വളരുന്നത് അതിലേറെ അപകടകരമാണ്. മതവിദ്യ ഉയർത്തപ്പെടുന്നത് അന്ത്യനാളിന്റെ അടയാളമാണെന്ന് പ്രവാചകർ പറഞ്ഞതിനാണ് ഓർക്കുന്നു. ഒന്നുകിൽ നീ ഒരു പണ്ഡിതനാവുക, അല്ലെങ്കിൽ ഒരു പഠിതാവാവുക, അതുമല്ലെങ്കിൽ അത് ശ്രദ്ധിക്കുന്ന ആളാവുക, അതിനും കഴിയില്ലെങ്കിൽ അതിനെ സ്നേഹിക്കുന്ന ആളാവുക. 5-ാമത്തെ ആൾ നീ ആകരുത് എന്ന് പുണ്യ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഉണർത്തിയിട്ടുണ്ട്. എല്ലാ വിജ്ഞാനശാഖകളും മുസ്ലിങ്ങൾ ഉണ്ടാവുക എന്നത് ഫർള് കിഫായായ കാര്യമാണ്. എല്ലാ വിജ്ഞാനശാഖകളിലേക്ക് എത്തിനോട്ടം നടത്താൻ നമ്മുടെ സമൂഹത്തെ നാം പഠിപ്പിക്കണം. അത് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നാം ശീലമാക്കണം. എല്ലാ വക്തും നിസ്കരിക്കുന്ന ഒരു ഡോക്ടർ, മതകാര്യങ്ങളിൽ താല്പര്യം കാണിക്കുന്ന ഒരു എഞ്ചിനീയർ, അതല്ലെങ്കിൽ ഒരു IAS-കാരൻ, ഒരു കളക്ടർ, എന്തൊരു അഭിമാനമായിരിക്കും അത്. അതിനെല്ലാം നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ കൊച്ചു പ്രസംഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.